ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ എന്ത് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ എഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു കലത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തു. ഇവിടെ ചേർത്തിരിക്കുന്നത് കനോള ഓയിലാണ്. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ച് സൺഫ്ലവറോ എന്തെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ആഡ് ചെയ്യുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന്, ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ആഡ് ചെയ്യുന്നത് റൈസ് ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയാണ്. അതിലേക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇടണം. വെള്ളം നല്ലതായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ റൈസ് എപ്പോഴും ഇടേണ്ടത്. ഇതിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. ഏത് ബസ്മതി റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ അരി ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിൻ്റെ ഒന്ന് വേവിച്ചെടുക്കണം. അരി ഒരു 90% വെന്താൽ മതി. അതായത് റൈസെല്ലാം നല്ല നീളത്തിലാവുന്ന വരെ ഒന്ന് വെന്താൽ മതി. ഒന്ന് പൊട്ടി വരുന്ന വരെ. അതിന് ശേഷം ഇത് ഊറ്റി വെച്ചതിന് ശേഷം ആറാനായിട്ട് ഒരു പാത്രത്തിലെടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യമായി വേണ്ടുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. പിന്നെ വേണ്ടുന്നത് സ്പ്രിംഗ് ഒണിയനാണ്. സ്പ്രിംഗ് ഒണിയൻ ഇല്ലെങ്കിൽ പാഴ്സ്ലി ആയാലും ചേർക്കാം. ഇനി അതും ഇല്ലെങ്കിൽ നമുക്ക് മല്ലിയില ആയാലും ചേർക്കാം. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. സാധാരണ യൂസ് ചെയ്യുന്നത് സ്പ്രിംഗ് ഒണിയനാണ്. അപ്പം സ്പ്രിംഗ് ഒണിയനാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വൈറ്റ് പോർഷനും ഗ്രീൻ പോർഷനും സെപ്പറേറ്റ് ആയിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കണം. കാരണം വൈറ്റ് പോർഷനാണ് നമ്മൾ കുക്കിങ്ങിന് എടുക്കുന്നത്, ഗ്രീൻ പോർഷൻ ഗാർണിഷിനുമാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടുന്നത് ബീൻസാണ്. ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനൊരു 6-7 ബീൻസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ചെറിയൊരു സവാളയാണ്. ഒന്നെങ്കിൽ പകുതി സവാള എടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു സവാള എടുക്കുക. പിന്നെ വേണ്ടുന്നത് ക്യാപ്സിക്കമാണ്. ഞാൻ പകുതി ക്യാപ്സിക്കമേ എടുത്തിട്ടുള്ളൂ. അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് പച്ചക്കറി ചേർക്കാം. പിന്നെ വേണ്ടുന്നത് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റാണ്. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനൊരു ക്യാരറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ വെജിറ്റബിൾസ് ചേർക്കും. വെജിറ്റബിൾസൊക്കെ അവരവരുടെ ആവശ്യത്തിന് അനുസരിച്ച് ചേർക്കും. ഇനി ഗ്യാസിലേക്ക് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കണം. അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, കുക്കിംഗ് ഓയിൽ ഒഴിക്കണം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കനോള ഓയിലാണ്. സൺഫ്ലവറോ യൂസ് ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പോൾ എപ്പോഴും ഓർക്കണം, തീ എപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കണം. ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആദ്യം ഇട്ടത് ഫൈനലി ചോപ്ഡ് ഗാർലിക്കാണ്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ. രണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക.
അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. സവാളയുടെ കളർ അല്പം ഒന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്കും, ഒരുപാട് അങ്ങ് വഴറ്റണ്ട, ഒന്ന് ലൈറ്റ് കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചക്കറികളൊന്നും ഒരുപാട് വേകേണ്ട ആവശ്യമില്ല. പിന്നെ ബീൻസ് ആഡ് ചെയ്യാം. ഏറ്റവും അവസാനം മാത്രമേ നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്യാവൂ. അധികം വേവ് വേണ്ട ക്യാപ്സിക്കത്തിന്, അതുകൊണ്ടാണ് നമ്മൾ അവസാനം ആഡ് ചെയ്യുന്നത്. പിന്നെ വേണ്ടുന്നത് മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. 2 മുട്ടയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. 2 or 4 എടുക്കാം. ഞാൻ 2 മുട്ട എടുക്കുന്നുള്ളൂ. അപ്പം ഒന്നെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്യാനായിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കാം. അല്ലെങ്കിൽ ഇതുപോലെ വെജിറ്റബിൾസ് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് എഗ് അതിൻ്റെ സൈഡിലിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള, നമ്മളിതുവരെ വെജിറ്റബിൾസിനോ മുട്ടയ്ക്കോ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിളിനും മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം, കാരണം നമ്മളിനി സോയ സോസ് ഒഴിക്കുന്നുണ്ട്, അതിൽ ഉപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റൈസ് ഓൾറെഡി ഉപ്പ് ചേർത്താണ്, അപ്പോൾ ഉപ്പ് നോക്കി വേണം ഇടാനായിട്ട്. അത് കഴിഞ്ഞ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, അതിലൊരു 1/4 ടീസ്പൂൺ നമ്മൾ മുട്ടയ്ക്കും 1/4 ടീസ്പൂൺ നമ്മുടെ വെജിറ്റബിൾസിനും വേണ്ടിയിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണം അല്ലേ? അതെ, നമ്മൾ എപ്പോഴും അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ചൂട് കെട്ടിയുള്ള പാത്രം ആയിരിക്കണം. നമ്മൾ സോയാ സോസ് ആഡ് ചെയ്യുകയാണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആറാനായിട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ റൈസ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് ആണ്. ഈ എഗ് പോർഷൻ നമുക്ക് ഒഴിവാക്കാമെങ്കിൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ തലേദിവസം തന്നെ റൈസ് കുക്ക് ചെയ്ത് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്ത് വെക്കാമെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഈ റൈസ് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും ഭയങ്കര സ്പീഡിൽ മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം ചില അരി പൊടിഞ്ഞു പോകും, ഈ ചോറ് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് അടിയിൽ നിന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം. പിന്നെ ആഡ് ചെയ്യേണ്ടത് 1/2 ടീസ്പൂൺ വിനീഗറാണ്. അത് കഴിഞ്ഞ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു നുള്ള ഉപ്പ് ടേസ്റ്റിന് വേണ്ടി. അതെ, ചൈനീസ് ഡിഷ് കൂടുതലൊരു ഉമാമി ടേസ്റ്റാണ്. അപ്പം അതാണ് നമ്മളൊരു കുറച്ച് പഞ്ചസാര ഒരു പുളിയും ഒരു ഉപ്പും മധുരവും ഒക്കെ ചേർന്ന ഒരു ടേസ്റ്റാണ്. നമുക്കതത്ര അറിയില്ല റൈസിൽ, എന്നാലും ടെക്സ്ചർ വരുമ്പോൾ അത് കറക്റ്റാവും. അപ്പം നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനോടെ ഇട്ട് സെർവ് ചെയ്യാം.